നമസ്കാരം. ന്യൂസ് 11:30 സ്വാഗതം. കടവല്ലൂർ കല്ലുംപുറത്ത് കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. ചാലിശ്ശേരി ചീരൻ വീട്ടിൽ 58 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെ കല്ലുംപുറം സെന്ററിൽ വെച്ചായിരുന്നു അപകടം. കൊല്ലത്ത് നിന്നും കോഴിക്കോട്ടേക്ക് കുടുംബവുമായി സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാർ ഓടിച്ചിരുന്ന അക്ഷയിനെ പരിക്കുകളോടെ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടറോഡിൽ നിന്നും വന്നിരുന്ന സ്കൂട്ടറിൽ കാർ ഇടിക്കുകയും ബാബു റോഡിൽ തലയിടിച്ചു വീഴുകയും ചെയ്തു. നാട്ടുകാർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തലക്കിടിയേറ്റതിനാൽ സംഭവസ്ഥലത്ത് തന്നെ മരണം സംഭവിച്ചതായി ഡോക്ടർമാർ പറഞ്ഞു. ബാബുവിന്റെ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറ്റൊരു ഓട്ടോയിലും ഇടിച്ചിരുന്നു. ബാബു പെയിന്റിംഗ് തൊഴിലാളിയാണ്. പ്രീതിയാണ് ഭാര്യ. സ്റ്റെബിൻ, ജബിൻ എന്നിവർ മക്കളാണ്. വണ്ടി ചാലിശ്ശേരി റോഡിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു. കാറ് നേരെ വന്നിരുന്നു. ആ കാറ് ആ വണ്ടിക്കാരൻ ഇടിച്ച് തെറിപ്പിച്ച് സൈഡിലുള്ള വണ്ടികളുടെ ഒക്കെ ഇടിച്ചിട്ട് തോന്നുന്നത്. ചാലിശ്ശേരി പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെയുണ്ടായ പോലീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. വെള്ളിയാഴ്ച രാത്രി 10:30 എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ റോഡ് ഉപരോധിച്ചത്. ഇതിനെ തുടർന്ന് കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ ദീർഘനേരം ഗതാഗതം തടസ്സപ്പെട്ടു. ഇൻസ്പെക്ടർ അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് നേതാക്കളെയും പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിനുശേഷം പ്രകടനമായി എത്തിയ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. തുടർന്ന് നേതാക്കളെയും പ്രവർത്തകരെയും ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, കടങ്ങോട് മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി KR രാധിക, ബ്ലോക്ക് നേതാക്കൾ തുടങ്ങിയവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് നടന്ന പ്രകടനത്തിന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, AU മനാഫ്, AV ബിജു, ഹൈദർ കരിയന്നൂർ, MA ഉസ്മാൻ, സുനിൽകുമാർ, റഫീഖ് ഐനിക്കുന്നത്ത്, വിഷ്ണു ചിറമനേങ്ങാട് എന്നിവർ നേതൃത്വം നൽകി. തിരിച്ചടിക്കാൻ ഞങ്ങൾക്കറിയാം. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പന്നിത്തടത്ത് റോഡ് ഉപരോധിച്ചു. സമരത്തിനിടയിലേക്ക് ബൈക്ക് യാത്രക്കാരൻ ബൈക്കോടിച്ച് കയറ്റിയത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്നിത്തടത്ത് പ്രകടനവും റോഡ് ഉപരോധം നടത്തിയത്. പന്നിത്തടം സെന്ററിൽ പ്രവർത്തകർ ഉപരോധിച്ചതോടെ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിലും 15 മിനിറ്റോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഇതിനിടയിൽ ബൈക്ക് യാത്രികൻ സമരത്തിനിടയിലേക്ക് ബൈക്കോടിച്ചു കയറ്റാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഒരു പ്രവർത്തകന്റെ കാലിൽ ബൈക്ക് തട്ടിയതിനെ തുടർന്ന് സമരക്കാരും ബൈക്ക് യാത്രികരും തമ്മിൽ രൂക്ഷമായി വാക്കേറ്റം ഉണ്ടാവുകയും കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്തു. തുടർന്ന് നേതാക്കൾ ഇടപെട്ട്
രംഗം ശാന്തമാക്കി ശേഷം വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ വഴി ഒരുക്കി കൊടുക്കുകയും ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം, MH നൌഷാദ്, സജീവൻ ചാത്തനാത്ത്, യാവുട്ടി ചിറമനേങ്ങാട്, രഞ്ജു താരു, റഫീഖ് ഐനിക്കുന്നത്ത്, വിഷ്ണു ചിറമനേങ്ങാട്, MP സിജോ തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. വാർത്തകളെ തിരിച്ചുവിടാൻ ഞങ്ങളുടെ പ്രിയ നേതാവ് ഷാഫി പറമ്പിൽ MP തല്ലിച്ചതച്ചൊരു പോലീസ് പിണറായിയുടെ പോലീസ് നിയമം ഞങ്ങൾ കയ്യിലെടുക്കോ. എരുമപ്പെട്ടി സെന്റ് മേരീസ് ഹോസ്പിറ്റലിന് സമീപം സ്കൂട്ടറിന് മുന്നിലേക്ക് നായ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. മഴുവഞ്ചേരി അറങ്ങാശ്ശേരി വീട്ടിൽ പത്രോസ്, റീജ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ എരുമപ്പെട്ടി എക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അനധികൃത കയ്യേറ്റം ആരോപിക്കപ്പെടുന്ന വേലൂർ ഹൈസ്കൂൾ ഗ്രൗണ്ട് അളന്ന് തിട്ടപ്പെടുത്തി. 1.25 മീറ്ററോളം കയ്യേറ്റമുണ്ടെന്ന് കണ്ടെത്തി. സർവേ വകുപ്പ് അധികാരികളായ KN രാഖിലിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘമാണ് ഗ്രൗണ്ട് അളന്ന് തിട്ടപ്പെടുത്തിയത്. സ്കൂൾ പ്രിൻസിപ്പൽ രത്നകുമാർ, PTA ഭാരവാഹികൾ, പഞ്ചായത്ത് മെമ്പർ CD സൈമൺ, ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ PL തോബിയാസ്, സാബു കുറ്റിക്കാട്, യേശുദാസ് PP, കുര്യാക്കോസ് ജോൺ, പരമേശ്വരൻ അരുവാത്തോട്ടിൽ എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു. ഗുരുവായൂർ KSRTC ജില്ലാ ഡിപ്പോയ്ക്ക് പുതിയ മൾട്ടിപർപ്പസ് കെട്ടിട നിർമ്മാണത്തിന് 4 കോടി രൂപയുടെ ഭരണാനുമതിയായി. ഗുരുവായൂർ MLA NK അക്ബറിന്റെ 2024-25, 2025-26 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചത്. ഇടതു സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ഭാരതീയ മസ്ദൂർ സംഘം സംഘടിപ്പിച്ച പുന്നയൂർക്കുളം വടക്കേക്കാട് പഞ്ചായത്ത് തല പദയാത്ര സമാപിച്ചു. വടക്കേക്കാട് 4-ാം കല്ലിൽ നിന്നും ആരംഭിച്ച പദയാത്രയിൽ BMS ഗുരുവായൂർ മേഖലാ വൈസ് പ്രസിഡന്റ് VK സുരേഷ് ബാബു, ജാഥ ക്യാപ്റ്റൻ PK അറമുഖന് പതാക നൽകി ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർക്കുളം ആൽത്തറയിൽ ഭാരതീയ മസ്ദൂർ സംഘം ജില്ലാ സെക്രട്ടറി ബിജു കാവിലക്കാട് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. BMS ഗുരുവായൂർ മേഖലാ പ്രസിഡന്റ് KA ജയതിലകൻ അധ്യക്ഷത വഹിച്ചു. PK അർമുഖൻ, KP പ്രമോദ്, കിരൺ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CK സുനീഷ്, മുരളി, ഷീന സുരേഷ്, ഷീജ പ്രദീപ്, മിനി സുബ്രഹ്മണ്യൻ, KA ശശി എന്നിവർ നേതൃത്വം നൽകി. ക്ഷേമനിധി പെൻഷൻ 6000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കേന്ദ്ര വിഹിതത്തിന് തുല്യമായ തുക സംസ്ഥാന സർക്കാരും നൽകി മിനിമം വേതനം ഉറപ്പുവരുത്തുക, സമഗ്രമായ തൊഴിൽ നയം പ്രഖ്യാപിക്കുക, മയക്കുമരുന്ന് വ്യാപനം തടയുക തുടങ്ങി 30ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പദയാത്ര സംഘടിപ്പിച്ചത്. കോൺഗ്രസ് ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഗുരുവായൂർ മോചനയാത്രയുടെ തൈക്കാട് മേഖലാതല ഉദ്ഘാടനം DCC സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. തൈക്കാട് മണ്ഡലം പ്രസിഡന്റ് B വിജോയ് അധ്യക്ഷത വഹിച്ചു. പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, നേതാക്കളായ AT സ്റ്റീഫൻ, C ജോയ് ചെറിയാൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, മണ്ഡലം പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ലോക മാനസികാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി തൃത്തല്ലൂർ കമല നെഹ്റു VHS സ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ കൂട്ടുകാർക്ക് കത്തുകൾ അയച്ചു. വിദ്യാർത്ഥികൾക്കായി നടത്തിയ ബോധവൽക്കരണ സെമിനാർ 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റായിജു ഉദ്ഘാടനം ചെയ്തു. സുഹൃത്തുക്കളായ വിദ്യാർത്ഥികൾക്ക് കുശലാന്വേഷണത്തോടൊപ്പം ലഹരി ഉപയോഗിക്കാതെ മാറി നിൽക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ കൂട്ടുകാർക്ക് കത്തുകൾ അയച്ചത്.
പ്രധാനാധ്യാപിക CB നിഷ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അധ്യാപകരായ രാജേഷ് KR, MG ഷിജു, റൈജു PP എന്നിവർ സംസാരിച്ചു. ഷാഫി പറമ്പിൽ MP-ക്ക് നേരെ പേരാമ്പ്രയിലെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് KK രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി CS സൂരജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി ഋഷി ലാസർ, നിയോജക മണ്ഡലം സെക്രട്ടറി VS നവനീത്, KB സുബീഷ്, പ്രതീഷ് ഓടാട്ട്, മിഥുൻ പൂക്കൈതക്കൽ, സ്റ്റാൻജോ സ്റ്റാൻലി തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധത്തിന് രാകേഷ്, സമീർ KV, അക്ഷയ് മുരളീധരൻ, അൻസാർ, യദുകൃഷ്ണൻ, അതുൽദാസ് എന്നിവർ നേതൃത്വം നൽകി. ഗൃഹനാഥനെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മേക്കണ്ടനത്ത് വീട്ടിൽ മുത്തു എന്ന് വിളിക്കുന്ന 47 വയസ്സുള്ള മുസ്തഫയെയാണ് ഗുരുവായൂർ കർണംകോട്ടുള്ള വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം ചാവക്കാട് മോർച്ചറിയിലേക്ക് മാറ്റി. ചരമം കടങ്ങോട് ഒഴിഞ്ഞിരിഞ്ഞാലിൽ രവീന്ദ്രൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. രാജേഷ്, രേഷ്മ എന്നിവർ മക്കളാണ്. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.